ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് എന്നൊക്കെ പറയുന്നത് പോലെ മൊത്തം താരനിബിഡമായൊരു പ്രചാരണമാണ് ഇന്ന് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് UDF ക്യാമ്പുള്ളത്. വൈകിട്ട് മൂത്തേടത്തും നിലമ്പൂരിലും പ്രിയങ്കയുടെ റോഡ് ഷോ ഉണ്ട്. LDFിന്റെ മുഖ്യപ്രചാരകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പോത്തുകല്ലിലും കരുളായിയിലും അമരമ്പലത്തും റാലികളിൽ പങ്കെടുക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന് വേണ്ടി തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാൻ റോഡ് ഷോ നടത്തും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് വൈകിട്ട് പുറത്തിറക്കും. അങ്ങനെ ഇന്ന് സംഭവ ബഹുലമാണ് നിലമ്പൂർ. വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ സൺഡേ ആണ്. അപ്പോൾ നിലമ്പൂരിൽ ഇന്ന് പ്രിയങ്കയുണ്ട്, യൂസഫ് പഠാനുണ്ട്, ഒരു സൈഡിൽ ആവേശമായി മുഖ്യമന്ത്രിയുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ ഓടിയെത്തും? ഇതിനെല്ലാം പുറമെ നല്ല മഴയും ഉണ്ട് ശ്രീജ. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പ്രചരണമൊക്കെ എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു അവസ്ഥയാണ് രാവിലെ ഉള്ളത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി മാത്രമാണുള്ളത്. രാത്രിയിലെ 10 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഊന്നിയായിരിക്കും ഇനിയുള്ള 2 ദിവസത്തെ പരസ്യ പ്രചരണ നാളിലെ പ്രചരണം ഉണ്ടാവുക എന്നതുകൂടി ഉറപ്പിക്കാൻ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കൂടുതൽ വിഷയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഇസ്രയേൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇന്നലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആക്ഷേപം ഈ ഒരു ഭരണപരാജയം മറയ്ക്കാനാണ് യുദ്ധമൊക്കെ ചർച്ചയാക്കുന്നതെന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പ്രസംഗത്തിനിടെ. അതിലെന്തെങ്കിലും മറുപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നറിയാനാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. അതിനിടെ 10 മണിക്ക് VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല. അതിപ്പോൾ സ്വരാജ് വരെ ചർച്ചയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ UDFനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് 10 മണിക്ക് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ റോഡ് ഷോകളും മറ്റ് പ്രധാന പ്രചാരണവും ഒക്കെ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തുക. പ്രിയങ്ക അതിനു മുമ്പ് ഇവിടെ എത്തുന്നതിന് മുൻപ് കാളികാവിൽ കഴിഞ്ഞ മാസം കടുവ കടിച്ച് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലും സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പ്രിയങ്ക ഇവിടെ എത്തുക. മൂത്തേടത്തും നിലമ്പൂരിലുമാണ് പ്രിയങ്കയുടെ റോഡ് ഷോ. അതിനുശേഷമുള്ള കോർണർ മീറ്റിംഗുകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ സാധാരണക്കാർ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നിലമ്പൂരിൽ ആദ്യമായെത്തുന്ന യൂസഫ് പഠാനെ കാണുവാനായിരിക്കും. പ്രിയങ്ക ഗാന്ധിയെ നിലമ്പൂരുകാർക്ക് അറിയാം. അവർ ഇടയ്ക്കിടെ ഒന്ന് പോകുന്നതാണ്, പ്രചരണത്തിൽ പങ്കെടുക്കുന്നതാണ്, രാഷ്ട്രീയങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ യൂസഫ് പഠാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ PV അൻവറിനായിട്ട് യൂസഫ് പഠാന്റെ റോഡ് ഷോ ഉണ്ട്. അത് കുറച്ചധികം ദൂരമുണ്ട്. നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വരെ 3 മണിക്ക് തുടങ്ങി 7 മണി വരെയൊക്കെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും 18 കിലോമീറ്ററാണ് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവിക്കുള്ള ദൂരം. അത്രയും ദൂരം തുറന്ന വാഹനത്തിൽ അൻവറിനൊപ്പം യൂസഫ് പഠാനും ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കും. അതിനുശേഷം വഴിക്കടവിലായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. യൂസഫ് പഠാൻ രാഷ്ട്രീയം എങ്ങനെ പറയും, എന്ത് രാഷ്ട്രീയം പറയും എന്നുള്ളതൊക്കെ കൗതുകമുള്ള കാര്യങ്ങളാണ്. കാരണം അദ്ദേഹത്തിന്റെ ബിഗ് ഷോട്ട്സ്, അതായത് സിക്സറുകളൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം എങ്ങനെയുണ്ട്, എന്തെല്ലാം ഒരു ആസ് എ പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ യൂസഫ് പഠാൻ എങ്ങനെയായിരിക്കും ഒരു പ്രചരണത്തിൽ സംസാരിക്കുക എന്നൊക്കെ അറിയാനുള്ളതൊരു കൗതുകം തന്നെയാണ്. അതിനൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രചരണം രണ്ടിടത്തുണ്ട്. മുഖ്യമന്ത്രി പ്രചരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. കരുളായിലും അമരമ്പലത്തിലുമാണ് മുഖ്യമന്ത്രിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലിലും എന്നൊക്കെ പറയാം. എല്ലായിടത്തും UDFന്റെയും LDFന്റെയും സംസ്ഥാനത്തെ മുഖ്യ നേതാക്കളൊക്കെ പ്രധാന നേതാക്കളൊക്കെ തന്നെ ചെറിയ യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും കോർണർ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുണ്ട്. മഴ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രചാരണത്തെ, ഇന്നത്തെ ഈ നേതാക്കളുടെ ഷെഡ്യൂളിനെയൊക്കെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് മഴയുടെ ശക്തിക്കനുസരിച്ച് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ആവേശം നിലമ്പൂരിൽ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കിടക്കുകയാണ്. ശ്രീജ, ശരി. VV അരുൺ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ,
മുഖ്യമന്ത്രിയുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഇനി വെറും 4 ദിവസമേ ബാക്കിയുള്ളൂ. ഇന്നലെ ഒരു പെട്ടിയൊക്കെ വന്നു, പക്ഷേ അത് ചിത്രത്തിലില്ലാതെ വൈകുന്നേരമായപ്പോഴത്തേക്കും അവർ തന്നെ ആ പെട്ടി ചർച്ചയൊന്നും അധികം വേണ്ട എന്ന് തീരുമാനിച്ചു. എന്തായാലും ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാവുന്നുണ്ട്? ഒരു വശത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ചയാവുന്നത്? സംസ്ഥാന രാഷ്ട്രീയം എത്രത്തോളം ഈ അവസാന ഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്? ശ്രീജ, പെട്ടിയൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പൂട്ടിപ്പോയിരുന്നു. പക്ഷേ അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ ചർച്ചയിൽ നിൽക്കുന്നത് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം, മലപ്പുറം ജില്ലയോടുള്ള ഇടതുമുന്നണിയുടെ പ്രത്യേക CPM-ന്റെ നിലപാട്, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങൾ, അതുപോലെ വഴിക്കടവിലൊരു വിദ്യാർത്ഥിക്ക് മരണമേൽക്കാനായ സംഭവത്തിലൂടെ നിലമ്പൂരിൻ്റെ എപ്പോഴത്തെയും പ്രശ്നമായ വന്യജീവി സംഘർഷം, അത് ഇന്നലെ വീണ്ടും ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ വന്യജീവി ആക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനൊരു അത് വീണ്ടും ഈ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷം ഒരു സന്ദേശം നൽകുന്നു. അത്തരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്. പെൻഷൻ സജീവ ചർച്ച തുടക്കം മുതൽ ചർച്ചയായ വിഷയമാണ്. പെൻഷൻ ആരുടെ നേട്ടമാണ്, ആരുടെ ഔദാര്യമാണ്, അല്ലെങ്കിൽ ആരാണത് കൊണ്ടുവന്നത്? അതിനെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അപഹസിച്ചു എന്ന വിമർശനം, അതിന് KCയുടെ മറുപടി, അങ്ങനെ പല വിഷയങ്ങൾ. ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് തന്നെയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. കാരണം മറ്റു വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അടിമുടി രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പായി ഇത് മാറും. പലതരം രാഷ്ട്രീയമുണ്ട്. അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തിന് പേരുള്ള രാഷ്ട്രീയമുണ്ട്. അതിൽ സമസ്തയുടെ എതിർപ്പും അവരുടെ ആശങ്കകളുമുണ്ട്. ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ ഈ വിഷയത്തോട് സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. സർക്കാരിൻ്റെ 9 വർഷത്തെ ഭരണം വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഭരണം വിലയിരുത്തി തന്നെയാകും ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതിലൂടെ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുകയാണ് ഇതൊരു ഭരണത്തിൻ്റെ വിലയിരുത്തലായി മാറുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുള്ള ആത്മവിശ്വാസം മുഖ്യമന്ത്രിയും പിന്നീട് പല മന്ത്രിമാരും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. 9 വർഷം ചെയ്ത കാര്യങ്ങൾ, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു കേരളം, ആ കേരളത്തെ എങ്ങനെയാണ് ഇടതു സർക്കാർ മാറ്റിയത് എന്നൊക്കെ ചോദ്യമാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ചോദിക്കുന്നത്. സ്വാഭാവികം സർക്കാരിൻ്റെ വിലയിരുത്തലായി ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. അതിനും അപ്പുറത്തേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം. സാധാരണഗതി ഒരു ത്രികോണ പോരാട്ടമെങ്കിൽ ഇവിടെ ത്രികോണത്തിനപ്പുറത്തേക്ക്, പൂർണ്ണമായും ത്രികോണം എന്ന് പറയുമ്പോൾ സാധാരണ വരുന്നത് ഇടത് വലത് മുന്നണികളും NDA മുന്നണിയുമാണ്. പക്ഷേ NDA മുന്നണി ഇവിടെ ആ രീതിയിൽ ഇവിടെ ചിത്രത്തിലില്ല. ചില സാന്നിധ്യം അറിയിക്കൽ മാത്രമാണ് NDAയുടെ ഭാഗത്തുണ്ടാകുന്നത്. PV അൻവർ പ്രത്യക്ഷത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും അൻവറിൻ്റെ പ്രചരണം അത് പിന്നണിയിൽ നടക്കുന്നുണ്ട്. റോഡിൽ വലിയ ശബ്ദമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ അൻവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ഏറെക്കുറെ പോകുന്ന തരത്തിലേക്കാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നത്. അവിടെ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. മറ്റു വിഷയങ്ങളൊക്കെ വന്നുപോയി ഇരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായി ഇവിടെ ക്ലച്ച് പിടിക്കുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധമാണ്. ലീഗ് നേതൃത്വം, പാണക്കാട് തങ്ങൾമാർ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച നിലപാടാണ്. അതിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? അവരുടെ പ്രത്യയശാസ്ത്രത്തിന്, അവരുടെ ലക്ഷ്യങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? എന്നിട്ട് എങ്ങനെയാണ് ഇത് കൂടെ കൂട്ടുന്നത്? ലീഗ് അറിയാതെ കോൺഗ്രസ് അവരെ കൂടെ കൂട്ടില്ല എന്ന് വ്യക്തമാക്കി. ലീഗ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് PDP ബന്ധം എങ്ങനെ ന്യായീകരിക്കാനാകും CPM-ന് ഇടതുമുന്നണിക്കെന്ന് കോൺഗ്രസും UDF-ഉം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് തങ്ങൾക്കൊപ്പം ചേരുമ്പോൾ എല്ലാവരും വിശുദ്ധരാകുകയും അല്ലാത്തപ്പോൾ അവർ തീവ്രവാദികളെന്നും തീവ്ര നിലപാടുള്ളവരെന്നും എങ്ങനെ പരിഹസിക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം പകരം ചോദിക്കുന്നത്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, അതിൽ മതേതര മനസ്സുള്ളവർക്കിടയിൽ, തീവ്ര നിലപാടുകളില്ലാത്തവർക്കിടയിൽ വലിയ ചർച്ചയാകുമെന്നൊരു പ്രതീക്ഷ